മിശിഹായിൽ പ്രിയം നിറഞ്ഞവരെ, ഇക്കഴിഞ്ഞ ആഴ്ച ലോകത്തെ ഞെട്ടിച്ച പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു 31 വയസ്സുകാരനായിട്ടുള്ള അമേരിക്കൻ യുവ ഇവാഞ്ചലിസ്റ്റ് ചാർലി കിർക്കിന്റെ ദാരുണമായ അന്ത്യം. സുവിശേഷ പ്രസംഗത്തിനിടെ വെടിയേറ്റ് മരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ ഭാര്യ എൻട്രിക്ക ചാർലി പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: "Today my heart is shattered that words cannot express. I lost my husband and my children lost their father and America lost a bold voice." Charlie was not perfect, but he was courageous. He stood for what he believed, and yet through tears I hold on faith and to the hope that Charlie will not die here. His voice is gone, but his spirit is not. സ്നേഹമുള്ളവരെ, ഏലിയാസ് ലീവ മൂശാകാലത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചാർലിയുടെ ഭാര്യയുടെ വാക്കുകൾ നമുക്കേറെ പ്രചോദനാത്മകമാണ്. അവൾ പറയുന്നു, ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ദാരുണങ്ങൾ, അത് സഹനമാകാം, രോഗമാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ അവയെ സമീപിക്കുന്നവർക്ക്, കുരിശിനെ സമീപിക്കുന്നവർക്ക് പ്രത്യാശയുടെ പുലരിവട്ടം കാണുവാൻ ക്രിസ്തു നമ്മളെ സഹായിക്കുമെന്നുള്ള സന്ദേശമാണ് അവൾ തന്റെ പ്രസംഗത്തിൽ കുറിച്ചു വെച്ചത്. പ്രിയം നിറഞ്ഞവരെ, ഇന്നത്തെ വായനകളെല്ലാം തന്നെ വിശുദ്ധ കുരിശിന്റെ ശക്തിയും മഹത്വവും വിശുദ്ധ കുരിശിന്റെ അർത്ഥവും നമുക്ക് പറഞ്ഞു തരുന്നവയാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: യഹൂദർ അടയാളങ്ങൾ അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം തേടുന്നു. എന്നാൽ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതെ, ക്രൂശിതനിൽ അഭിമാനം കാണുന്ന, കുരിശെടുക്കുന്നതിലും കുരിശ് വഹിക്കുന്നതിലും കുരിശടയാളം നാട്ടുന്നതിലും അഭിമാനം കൊള്ളുന്ന ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധ കുരിശ് പുകഴ്ചയുടെ മഹത്വത്തിന്റെ ചിഹ്നമാണ്, അടയാളമാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു, ആഗ്നേയ സർപ്പത്തിന്റെ ദംശനമേറ്റ തന്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ മോശ യഹോവയോട് അഭ്യർത്ഥിക്കുമ്പോൾ പിച്ചള സർപ്പത്തെ നിർമ്മിച്ചുകൊണ്ട് ആ പിച്ചള സർപ്പത്തെ ആരൊക്കെ വിശ്വാസത്തോടെ നോക്കുന്നുവോ അവർക്കൊക്കെ സൗഖ്യമരുളുന്ന യഹോവയായ ദൈവം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നിക്കോദോമസുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ഒടുവിൽ ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്, പഴയ നിയമത്തിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. പുതിയ നിയമത്തില് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത് കുരിശുമരണത്തിന് ശേഷമാണ്. കുരിശില്ലാതെ ഉയർപ്പ് ഇല്ല. അതുകൊണ്ട് കുരിശുകളെല്ലാം ജീവിതത്തില് ഉയർപ്പിന്റെ പ്രതീക്ഷ നൽകുന്നതാണ്, ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യഗണത്തെ ഈശോ തിരികെ വിളിക്കുന്ന സുവിശേഷ ഭാഗമാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യഗണം വിശുദ്ധ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പിതാവ് പറയുന്ന ഇപ്രകാരമാണ്: ഈശോ തെരഞ്ഞെടുത്ത 70 പേരിൽ 2 പേരായിരുന്നു ക്ലെയോഫാസും പേര് പറയാത്ത മറ്റേ ശിഷ്യനും. ഇവരുടെ ജീവിതത്തില് പ്രതീക്ഷ നഷ്ടപ്പെട്ടു, പ്രത്യാശ നഷ്ടപ്പെട്ടു. അവർ തിരികെ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ ഈശോ അവരുടെ കൂടെ നടക്കുകയാണ്. നമ്മുടെയും ജീവിതത്തില് ഒരുപക്ഷെ പ്രതീക്ഷയോടെ വിശ്വാസ ജീവിതം ആരംഭിച്ചിട്ട്, പ്രത്യാശയോടെ ജീവിതം ആരംഭിച്ചിട്ട് ജീവിത പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേദനകളും ഉത്തരവാദിത്തങ്ങളും ഏറുമ്പോൾ അവയിൽ നിന്നും നമ്മളും അകലുമ്പോൾ ഈ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യഗണത്തോടൊപ്പം നടന്ന ഈശോയെ പോലെ നമ്മോടൊപ്പം നടക്കുവാനായിട്ട് ഈശോ വരുന്നുണ്ട്. പ്രിയം നിറഞ്ഞവരെ, അവിടുന്ന് ലൂക്കയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, മോശയുടെ നിയമം മുതൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ അവനെ കുറിച്ച് പറഞ്ഞവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നുള്ളതാണ്. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എന്ന് പറയുമ്പോൾ മോശയുടെ നിയമം പഞ്ചഗ്രന്ഥിയാണ്. ഉൽപ്പത്തി മുതല് പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഒടുവിലത്തെ പുസ്തകമായ മലാക്കി മുതൽ എന്ന് വെച്ചാൽ പഴയ നിയമം മുഴുവനും
അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്ത് ഒരു ക്രിസ്റ്റോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിൽ വിരിയുന്ന ആ ക്രിസ്തുവിനെ അവൻ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് സഹനത്തിന്റെ, വേദനയുടെ, കുരിശിന്റെ അർത്ഥം അവർക്ക് അവർ വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. ഈശോ ഈ ശിഷ്യന്മാരോട് പ്രത്യേകം പറഞ്ഞിരുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. തന്റെ പരസ്യ ജീവിതകാലത്ത് ഈശോ ഈ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെറുസലേം വിട്ട് നിങ്ങൾ പോകരുത്. പരസ്യ ജീവിതകാലത്ത് 3 പ്രാവശ്യം തന്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചിട്ടും ഉത്ഥാനത്തെക്കുറിച്ചിട്ടും അവിടുന്ന് പഠിപ്പിച്ചിട്ടും അത് മനസ്സിലാകാതെ ശിഷ്യഗണം ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു. വിശുദ്ധ സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, അവര് യേശുവിന്റെ ഉയർപ്പുള്ള പ്രത്യാശ അവർക്ക് നഷ്ടപ്പെട്ടു, അവർ തിരികെ പോയി എന്നുള്ളതാണ്. ഈ പ്രത്യാശ നഷ്ടപ്പെട്ട ശിഷ്യരെ പോലെ ആകാതെ ഈശോ നമ്മോട് പറയുന്നു, നീ ജെറുസലേം വിട്ടുപോകരുത്. നീ നിന്റെ ജീവിതത്തിന്റെ കുരിശുകൾ വിട്ടുപോകരുത്. നിന്റെ ജീവിതത്തിന് രക്ഷപ്രദാനം ചെയ്യുന്ന ജെറുസലേമുകൾ, അത് നിന്റെ ജീവിത പങ്കാളിയാകാം, നിന്റെ മക്കളാകാം, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാകാം, നിന്റെ ജീവിതത്തിലെ രോഗങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാകാം, അവയെ വിട്ടുപോകരുത്. അവയിലൂടെയാണ് നിനക്ക് രക്ഷ നിന്റെ കർത്താവ് പ്രദാനം ചെയ്യുന്നത്. ആ രക്ഷയെ സ്വീകരിക്കുന്നവർക്ക് കുരിശ് ഒരു പുകഴ്ചയുടെ മഹത്വത്തിന്റെ അടയാളമായി തീരുന്നു എന്നുള്ളതാണ്. വീണ്ടും കൂട്ടായിൽ നിന്നും ജെറുസലേത്തിൽ നിന്നും അകന്നുപോയ ഈ ശിഷ്യഗണത്തെ ഈശോ ഉപേക്ഷിക്കുന്നില്ല കേട്ടോ. ഈശോ അവരെ വീണ്ടും ചേർത്ത് നിർത്തുകയാണ്. കൂടെ നടന്നുകൊണ്ട്, കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ തിരികെ ജെറുസലേത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവരികയാണ്. ഈശോ അവരെ അപ്പം മുറിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾ തുറക്കുകയാണ്, അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈ കുരിശിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് അവരെ സഹായിക്കുകയാണ്. ഇന്നും അവനെ തിരിച്ചറിയാനായിട്ട് നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ട വിശുദ്ധ കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന് അവിടുന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ കുരിശിന്റെ രഹസ്യം പൂർണ്ണമായും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അത് വിശുദ്ധ കുർബാനയിലാണ്. അവിടെ നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളായി തീരുന്നു, സഹനങ്ങൾ രക്ഷാകരങ്ങളായി തീരുന്നു. അതുകൊണ്ട് വിശുദ്ധ കുരിശിന്റെ അർത്ഥം പൂർണ്ണമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് വിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ സജീവമായ പങ്കാളിത്തത്തിലൂടെയാണ്. നീ നിന്നെ തന്നെ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുന്ന ഇടമാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയിൽ നിന്റെ കുരിശുകൾ അവന്റെ ബലിപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ ആ കുരിശുകൾ രക്ഷാകരമായി തീരുന്നു, നിന്റെ മഹത്വത്തിന് കാരണമായി തീരുന്നു. ഈ വിശുദ്ധ കുരിശിന്റെ പുകഴ്ച തിരുനാൾ ദിവസം ഈശോ നമ്മോട് പറയുന്നു, തിരുലിഖിതങ്ങളിലൂടെ കുരിശിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ, വിശുദ്ധ കൂദാശകളിലൂടെ, വിശുദ്ധ കുർബാനയുള്ള പങ്കാളിത്തത്തോടെ അവന്റെ വിശുദ്ധ കുരിശിന്റെ രഹസ്യം ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈശോ നമ്മളെ സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.